ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് 1-ാം തീയതിയാണ്, ആഗസ്റ്റ് 1-ാം തീയതി. സമയം ഇപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയേക്കുന്നത് ഉച്ചക്കാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 1:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങാൻ നോക്കിയത്, പക്ഷേ ഞാൻ എഴുന്നേറ്റ ടൈം ഇത്തിരി വൈകിപ്പോയി. ഇറങ്ങാൻ എല്ലാം കഴിഞ്ഞ് സെറ്റായി വന്നപ്പോഴത്തേക്കും ഏകദേശം 10:30 മണിയോളമായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉച്ചക്ക് ഭക്ഷണം കൂടെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തായാലും ആ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഉച്ചവരെ വെയിറ്റിംഗ് ഉണ്ടാവും. എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാൽ പോരെയെന്ന് വിചാരിച്ചു. ഇന്നലെ അത് തന്നെയുള്ളൂ. ഇന്നലെ ഏകദേശം 10 ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 10:30-ക്കാണ്. സോറി, 10:30-ക്കല്ല, 10 മണിക്ക് ഇറങ്ങി. പക്ഷേ ഈ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങൾക്കായിട്ട് ഇതായിപ്പോയത്. അപ്പോൾ പക്ഷേ നമുക്ക് ഇന്ന് ഇറങ്ങുമ്പോൾ ക്ലീനിങ് കുറവായിരിക്കും. കാരണം ഇന്നലെ ക്ലീൻ ചെയ്തിട്ടുകൊണ്ട് ക്ലീനിങ് കുറവാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ നല്ലപോലെ ലൈറ്റ് ആയിരുന്നു. അതായത് ഞാൻ എല്ലാം കഴിഞ്ഞ് സംഭവം റെഡി ആയിട്ടില്ല, അപ്പോഴത്തേക്കും 10 മണി ആയിട്ടുണ്ടായി. പിന്നെ ഞാൻ എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 12 മണിക്ക് ശേഷം ഇപ്പോൾ അതുകൊണ്ടാണ് 1:30-ക്ക് ഇറങ്ങിയത്. ഭക്ഷണം കഴിച്ചിട്ട് 1:30-ക്ക് ഇറങ്ങിയേക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാവുന്ന കേസ്, നമുക്ക് ട്രിപ്പുകളായിട്ട് ഓരോ ആപ്പുകളായിട്ട് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല രീതിയിൽ വെയിലുണ്ടായി. ഉച്ചവരെ ഏകദേശം ഒരു 11 മണി വരെയൊക്കെ, 11 മണി 11 കാലം വരെ നല്ല വെയിലായിരുന്നു. ഞാൻ 12 മണിക്ക് അലാറം വെച്ച് 12 മണിക്ക് ഞാൻ എന്തുട്ടാണ് ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടുണ്ടായി. അപ്പോൾ 12 മണിക്ക് എഴുന്നേറ്റപ്പോഴത്തേക്ക് നല്ല മഴയാണ്. അപ്പോൾ അത് കാരണം ഞാൻ എന്തുട്ടാണ് പതിയെ 12 മണിക്ക് എഴുന്നേറ്റാണെങ്കിൽ കുറച്ച് ഇറങ്ങാനായിട്ട് മഴ കാരണം കുറച്ച് ലേറ്റായി. അപ്പോൾ വീണ്ടും നമ്മൾ ഇന്ന് എന്താ എവിടെയെങ്കിലൊക്കെ വെള്ളം ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിയത്തില്ല ഇന്ന്. പക്ഷെ മഴയ്ക്ക് കുറവുള്ളതുകൊണ്ട് ഇത്തിരി ശമനം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് സാധാരണ എടുക്കുന്ന ഷോർട്ട് കട്ടുകളൊന്നും വിശ്വസിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ മെയിൻ റോഡ് തന്നെ ശരണം. അപ്പോൾ നമുക്ക് ഓല ക്യാബ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂബറും കൂടെ ഓൺ ചെയ്യാം. യൂബറിൽ പേയ്മെൻ്റ് ഒന്നുമില്ല. വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കാരണം ഇന്നലത്തെ ഇവന്മാർ വെറുതെ അടിക്കുന്നുണ്ടോ നോക്കാമല്ലോ. ഇല്ല, പേയ്മെൻ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് യൂബറും ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ പറയുന്നുണ്ട് ഓടിയില്ലെങ്കിലും യൂബറിൽ ഫീസ് കൊടുക്കണമെന്ന്. അങ്ങനത്തെ ഒരു സംഭവമില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കാശ് കൊടുക്കണം. അത് ഭയങ്കര നഷ്ടമാണ്. ഓടാതെ നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ കിടന്ന് ഓടിയില്ല, ട്രിപ്പൊന്നും അടിച്ചില്ല, ഓടിയില്ല, പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇപ്പോൾ എല്ലാ ആപ്പുകളും ഇപ്പോൾ ഓണിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും MC ക്യാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ട്രിപ്പ് ഏകദേശം ഞാൻ ഒരു 8 മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്. രാത്രി 8 മണി, അത് നമ്മുടെ ഓട്ടോ അനുസരിച്ചിരിക്കും കേട്ടോ. ഞാൻ 8 മണിക്കൂറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതിന് മുമ്പായിട്ടും വീട്ടിൽ കയറാൻ സാധ്യതയുണ്ട് മഴയുടെ തോതനുസരിച്ച്. കാരണം നമുക്ക് ഓവറായിട്ടാണെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാനായിട്ട്, നൈറ്റ് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം പല സ്ഥലത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയാതെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഇന്നലത്തെ പത്രത്തിലുണ്ട്, മറ്റേ ഗൂഗിൾ മാപ്പ് നോക്കി വണ്ടി ഓടിച്ച് നേരെ എന്തിട്ടാണ് റോഡാന്ന് ചോദിച്ച് നേരെ പുഴയിലേക്ക് വണ്ടി കൊണ്ട്, പുഴയല്ല, മീൻസ് എനിക്കൊന്നൊരു ചെറിയൊരു തോടോ അങ്ങനെ പുഴ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഇട്ടേക്കുന്നത്. പുഴയിലേക്കാണെങ്കിൽ ശരിക്കും മുങ്ങിപ്പോകില്ലേ. ഇത് പകുതിയോളം പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്, കാറിൻ്റെ പകുതിയോളം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ, അതായത് മെയിൻ റോട്ടിൽ അധികം ഉള്ളിലേക്ക് കൂടുതലും ഞാൻ 8 മണിക്കൂർ ഓടാൻ ഉദ്ദേശിക്കണമെങ്കിലും ചിലപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ചിലപ്പോൾ ട്രിപ്പ് നിർത്തും. കാരണം നല്ല മഴയാണ്, നമുക്ക് അധികം റിസ്ക് എടുക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചേക്കുന്നത് യൂബറിലാണ്. ഇങ്ങോട്ടേക്കാണ്, ആസ്റ്റർ മെഡ്സിറ്റിയിലേക്കാണ്. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് യൂബർ കിട്ടിയ ഓട്ടം ആസ്റ്റർ മെഡ്സിറ്റിയിലേക്കായിരുന്നു. പക്ഷേ ഒരു കോമഡി ഉണ്ട്. ആസ്റ്റർ മെഡ്സിറ്റി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് വീണ്ടും ട്രിപ്പ് അടിച്ചു.
ആ ട്രിപ്പ് അടിച്ചത് വീണ്ടും റിട്ടേൺ മുപ്പത്തടത്തേക്കാണ്. അതായത് ഞാൻ വണ്ടി പാർക്ക് ചെയ്യണതിൻ്റെ ഒരു കിലോമീറ്റർ അല്ല ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്തുള്ള സ്ഥലത്തു നിന്നാണ് ഡ്രോപ്പ് ചെയ്യാനുള്ള ട്രിപ്പ് അടിച്ചത്. അപ്പോൾ നമുക്ക് 2 ട്രിപ്പിലും കൂടെ കിട്ടിയേക്കുന്നത് ഒരു ട്രിപ്പിൽ, അതായത് നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് മുപ്പത്തടം അതായത് ഇടയാറ് അടിച്ചേക്കുന്നത് 196 രൂപക്കാണ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ വെസ്റ്റ് കടങ്ങല്ലൂരിൽ നിന്ന് സൗത്ത് ചിറ്റൂർ മീൻസ് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് 224 രൂപക്ക്. ടോട്ടൽ നമുക്ക് കിട്ടിയേക്കണ എർണിങ്സ് 420 രൂപ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റുകുന്നിൽ ഹരിഹരപുരം ക്ഷേത്രം അവിടെയാണ്. ആ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തേക്കണേ. ഇവിടെ വേറെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമൊന്നുമില്ല. ഉണ്ടായിരുന്ന ഒരുവിധം പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായതാണ്. അതൊക്കെ മറ്റേ കുടിവെള്ളത്തിനായിട്ട് കുത്തിപ്പൊളിച്ച് മൊത്തം മഴയത്ത് അവിടെ നമുക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പോരാത്തതിന് ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് ഇവിടെ ഉള്ളവർ ചോദിക്കുകയും ചെയ്യും, നിനക്ക് എന്താണ് ഇത്ര വിവരമില്ല, നിനക്കറിയാവുന്നതല്ലേ ഇവിടെ ഒക്കെ താഴ്ന്നു പോകുന്നു എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇത് നേരെ കാണുന്ന ബിൽഡിങ് നമ്മുടെ മുപ്പത്തടം ഹയർ സെക്കൻഡറി സ്കൂളാണ്. +1 +2 അതൊക്കെ പഠിക്കുന്ന സ്കൂളാണ്. ഇവിടെയാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുത്തത്. പക്ഷെ കിട്ടിയില്ല, നമുക്ക് മാർക്കിൻ്റെ ഇത്ര കുറവുള്ളതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുപ്പത്തടത്തുനിന്ന് കൈൻറ്റിക്കരയിലേക്ക് പോകാനായിട്ടുള്ള റോട്ടിലേക്കാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി നേരെ കൈൻറ്റിക്കരയിലേക്കല്ല, കുറച്ച് ഈ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു ടേൺ ഉണ്ട്. ആ റോട്ടിൽ നിന്നാണ് കൈൻറ്റിക്കരയിലേക്ക് പോകാൻ പറ്റുക. ഇവിടെ ഒരുപാട് ഗോഡൗണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പണ്ട് ഇവിടെ നിന്ന് മറ്റേ മൃഗാശുപത്രി ഉണ്ടായിരുന്നത്. ആ ബിൽഡിംഗ് ഇപ്പോൾ കാണാനുള്ള കാരണം ആ ഇരുന്ന സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ടു പോയി. അവിടെ തന്നെ ഉണ്ടാവും ആകപ്പാടെ. ഞാൻ ഒരു 5 വർഷം 10 വർഷം കൊണ്ടായിരുന്നു തോന്നിപ്പോൾ. അത്രയും ഗ്യാപ്പായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ശരിക്കും വന്നിട്ട് മൊത്തം വ്യത്യാസപ്പെട്ടു. അന്നൊന്നും ഈ ഗോഡൗണോ കാര്യങ്ങളൊന്നും ഒക്കെ ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടുന്ന് എപ്പോഴാണ് ട്രിപ്പ് അടിക്കണമെന്ന് പറഞ്ഞൂടെ. കാരണം വെച്ചാൽ പോയിട്ട് റിട്ടേൺ വന്നേക്കുന്നത്. ഇത് തിരിച്ച് ഇവിടെ തന്നെ റിട്ടേൺ വന്നു. ഞാൻ വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ട്രിപ്പ് അടിക്കാനുണ്ട്. അവിടെ ഇതുവരെയായിട്ടൊന്നും അടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റായി. അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. യൂബർ ഇന്നെന്തായാലും ട്രിപ്പ് റഡാറിലല്ല വന്നേക്കുന്നത്. ആദ്യത്തെ ട്രിപ്പ് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രിപ്പ് കിട്ടോ ഇല്ലേന്ന്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. യൂബറിലാണ് കിട്ടിയേക്കുന്നത്. അത് ഇൻ്റർസിറ്റിയാണ്, കോട്ടയത്തേക്കാണ്. നമുക്കൊന്ന് എന്തായാലും നമുക്ക് എന്തായാലും ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇൻ്റർസിറ്റി ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പാല കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 13 കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട് ഡ്രോപ്പ് ചെയ്യണ സ്ഥലത്തേക്ക്. ഈ ഹൈവേ തന്നെയാണ് നമുക്ക് ഡ്രോപ്പിംഗ് ഉള്ളത്. അപ്പോൾ വണ്ടി ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയൊക്കെയാണ്. പുറകെ കാണുന്ന ബജിക്കട ഉണ്ടല്ലോ, ബജിക്കട ഉണ്ടല്ലേ, അവിടെ ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയൊക്കെയാണ്. അപ്പോൾ കസ്റ്റമർ ചായ മേടിച്ച് തന്നു. ചായയും വടയും കഴിച്ചു. നല്ല സൂപ്പർ ചായ ആയിരുന്നു. വടക്കൊക്കെ നല്ല പശും പോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് അപ്പോൾ ഞാൻ ചായ കുടിച്ചാനായിട്ട് നേരെ വണ്ടിയിലേക്ക് വന്നു. കസ്റ്റമർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ഏകദേശം ഒരു 5 മിനിറ്റ് സമയം പിടിക്കും കണ്ടിട്ട് ഇവിടുത്തെ ടീ ബ്രേക്ക്. ഇപ്പം 5 മിനിറ്റോളം കഴിഞ്ഞ്, ഇപ്പോൾ 10 മിനിറ്റോളം കഴിഞ്ഞ്, ഇനി ഒരു 5 മിനിറ്റോളം സമയം പിടിക്കും നമുക്ക് ടീ ബ്രേക്കിനായിട്ട്. അപ്പോൾ ഇനി റിട്ടേൺ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാരണം ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് 2 വണ്ടിയോളം കാലിയടിച്ച് വന്നുണ്ട്. നമ്മുടെ യൂബർ തന്നെ ഇതാണ് ഹാച്ച് ബാക്ക്. അതായത് ഒരെണ്ണം നമ്മുടെ വാഗനർ, ഒരെണ്ണം സെലറിയോ പഴയ മോഡല്. അത് കാലിയടിച്ച് വന്നെ ഉണ്ട്. മറ്റേ ഞാൻ പാല സൈഡിൽ നിന്ന് തന്നെ വന്ന് നിൽക്കുന്നത് ആ വണ്ടികളെല്ലാം തന്നെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ട്രിപ്പ് കിട്ടുമോയെന്ന് അറിയത്തില്ല. ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്. ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ
കിലോ അയ്യോ ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി. നഷ്ടം എന്ന് പറയാനായിട്ട് നമ്മൾ അത് പിന്നെ അറിഞ്ഞിട്ടാണല്ലോ വണ്ടി എടുത്തേക്കുന്നത്. നമുക്ക് ഇത്ര രൂപ കിട്ടത്തുള്ളൂ എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോകാനും പറ്റത്തില്ല. കാരണം ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉച്ചക്കാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ഇൻ്റർസിറ്റി കയറി വരുമ്പോൾ നമുക്ക് 1000 രൂപയെങ്കിലും ലാഭം കിട്ടുമ്പോൾ അതാണ് നമുക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എടുത്തേക്കുന്നത്, ഈ ട്രിപ്പ് എടുത്തേക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൽ റിട്ടേൺ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഡ്രോപ്പ് കഴിഞ്ഞിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻ്റർസിറ്റി ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് ട്രിപ്പ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അത്ര ക്ലിയർ അല്ല. പാലാ പൊൻകുന്നം റൂട്ടിലാണെന്ന് മാത്രം അറിയാം. ഇവിടുന്ന് 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പൊൻകുന്നം എത്താനായിട്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ നമുക്കിടെ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തേക്കണ സ്ഥലത്ത് തന്നെയാണ്, ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയേക്കണ സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയാണ് ഡ്രോപ്പ് ലൊക്കേഷൻ ഉള്ളത്. അതായത് ആ കാണുന്ന പടിപ്പുര എന്ന് പറഞ്ഞേക്കണ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ടൊഡി ഷോപ്പും കൂടെ ചേർന്നാണ് സ്ഥലം. അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് ഡ്രോപ്പിംഗ് ഉണ്ടായത്. ഉള്ളിലേക്ക് കയറിയാണ്. ഏകദേശം ഭയങ്കര കയറ്റമൊക്കെ ആയിരുന്നു. ഭയങ്കര കയറ്റത്തുള്ളൊരു വീടാണ്. നല്ല സഡൻ കയറ്റമാണ്. ഫസ്റ്റ് ഗിയറിൽ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഡ്രോപ്പിങ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ വരുമാനം, നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യേണ്ടി വന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2450 രൂപയാണ് കളക്ട് ചെയ്യേണ്ടി വന്നത്. കസ്റ്റമർ നമുക്ക് വന്നത് 2700 ബാക്കി 150 രൂപ ടിപ്പായിട്ടാണ് നമുക്ക് തന്നിരിക്കണ ആള്. വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കസ്റ്റമറായിരുന്നു. കാരണം വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം നമുക്ക് ഇവിടം വരെ നമുക്ക് ആൾക്ക് കമ്പനി അടിക്കാനും നമുക്ക് കമ്പനി തരാനോ ആള് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ അഭിപ്രായങ്ങൾ, ഇങ്ങനെ മറ്റ് സംഭവങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നല്ല ഹാപ്പി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവിടം വരെ വന്നുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് അയാൾക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്തുട്ടാണ് അപ്പോൾ അങ്ങേര് പറഞ്ഞത് ഹോട്ടലിൽ നിർത്തണ്ട, ബജിക്കടയിൽ നിർത്തിയാൽ മതി എന്നാണ്. അതായത് നമ്മൾ ഈ ഹൈവേയിലൊക്കെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തമിഴന്മാരുടെ ബജിക്കട ആണ്. അപ്പോൾ അങ്ങേർക്ക് അവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. സംഭവം അവിടെ നിർത്തി കൊടുത്തു. എനിക്കൊരു ചായ ഓഫർ ചെയ്തു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഇടയ്ക്ക് ചായ കൂടെ കയറി. അപ്പോൾ അങ്ങനെ അത് കുഴപ്പമില്ല, ഇവിടെ എവിടെയെങ്കിലൊക്കെ സ്ഥലം ഉണ്ടാവും, നമുക്ക് നോക്കാം എന്താ പറയുക. അപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോൾ ഈ ബജിക്കടയുടെ കുറച്ച് ഒരു 100 മീറ്റർ നീങ്ങി അപ്പുറത്ത് ഒരു ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ ഗ്യാപ്പിൽ പോയി ഞാൻ അങ്ങോട്ട് യൂറിൻ പാസ് ചെയ്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു. ചായ നല്ല ചായ ആയിരുന്നു, വട നല്ല പൂ പോലത്തെ വടയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത് അതിന് ശേഷമാണ് നമുക്ക് 150 രൂപ പ്ലസ് ടിപ്പും കൂടെ നമുക്ക് തന്നേക്കുന്നത്. വളരെ നല്ല മനുഷ്യനായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും ടിപ്പ് തന്നാൽ പോലും 50 രൂപ വളരെ അപൂർവം ആൾക്കാരാണ് കേട്ടോ. ഏകദേശം നല്ലൊരു എമൗണ്ട് ടിപ്പ് തന്നത്. ഇപ്പോൾ 150 രൂപ ടിപ്പൊക്കെ തന്നെയെന്ന് വെച്ചാൽ ആൾക്ക് അറിയാം അവർ നമുക്കുള്ള കഷ്ടപ്പാടും പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കാലിയേ പോകാൻ പറ്റുള്ളൂ. മീൻസ് നമുക്ക് ചെറുതായിട്ട് ചായക്കാശിനാണെങ്കിൽ ഉപകാരപ്പെടും. ആ ഒരു മെത്തേഡ് അവർക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് വണ്ടി നല്ല സന്തോഷത്തോടെ ഓടിക്കാനുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മുടെ യാത്രയുടെ കേസൊക്കെ പറഞ്ഞു, യാത്ര ക്യാബിനെ കുറിച്ച്. അപ്പോൾ നമുക്കിപ്പോൾ യാത്ര ക്യാബിൽ ഇൻ്റർസിറ്റി അവൈലബിൾ ആയതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു. കാരണം വെച്ചാൽ നമുക്ക് ഇത്ര ആൾക്കാരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പോട്ട് ചെയ്യുന്നത്. ആളുടെ വീട് മറ്റേ ഇവിടെ പാലയിൽ ഈ പറഞ്ഞ സ്ഥലത്തും, ഭാര്യ വീട് ഞങ്ങളുടെ അവിടെ 30 ആ ഭാഗത്തുമാണ്. അപ്പോൾ ഇത്ര ആൾക്കാരാണ് നമുക്ക് പിടിക്കേണ്ടത്. കാരണം ട്രാവലിംഗ് ഇഷ്ടം പോലെ വരും. ഈ ഇദ്ദേഹമാണെങ്കിൽ ജോലി ചെയ്യുന്നത് അബുദാബിയിലും. അപ്പോൾ ഇത് ആൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര ആൾക്കാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഓൺലൈൻ ക്യാബ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ഓട്ടങ്ങളും കൂടുതൽ ഇത്ര ആൾക്കാരാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ
നമുക്കിനി ഇവിടെ കിടന്നിട്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, അടിക്കുന്നൊന്നും വലിയ പ്രതീക്ഷയില്ല. നമുക്ക് പാലാ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് വീണ്ടും മറ്റേ ആ ബജിക്കട കയറി ബജി ഒന്ന് സെറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് ബജി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കസ്റ്റമർ മേടിച്ച് തരുമ്പോൾ നമ്മൾ ഓവറാക്കരുതല്ലോ. കാരണം വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബജി കൂട്ടി മറ്റേ ചമ്മന്തി അടിച്ച് കഴിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ കസ്റ്റമർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്ര കഴിക്കാത്തത്. കാരണം അയാൾ നമ്മൾ കാശ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും അയാളെ കാശ് കൊടുക്കുള്ളൂ. നമ്മൾ അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു വട മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് വേണം ഒന്ന് ആറാടാനായിട്ട്. അപ്പോൾ നമുക്കപ്പോൾ പോകുന്ന വഴിക്ക് ട്രിപ്പ് കിട്ടിയ ആ ട്രിപ്പിൻ്റെ കാഴ്ചകൾ, ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് തരാം. അല്ലെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ എറണാകുളം എത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ട്രിപ്പ് അടിക്കുന്നത്. എന്തായാലും എങ്ങനെയായാലും ചിലപ്പോൾ ഡയറക്റ്റ് ഇനി വീട്ടിലേക്കുള്ള മൂവിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. പോകുന്ന വഴിക്കുള്ള ട്രിപ്പുകളായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, എറണാകുളത്തേക്ക് അടിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഹോം ഡെസ്റ്റിനേഷൻ നോക്കാതെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നേരെ പാലക്കടുത്ത് വന്നിട്ടുണ്ട്. പാലാ ടൗൺ എത്തിയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ കയറിയ അതേ ബജിക്കടയിൽ നിന്ന് ഞാൻ ഇപ്പോൾ എത്തിയ സമയത്ത് സാധനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു, തീർന്നിരിക്കുകയാണ്. പരമാവധി കാലിയാവാറായിട്ടുണ്ട്. അപ്പോൾ 2 കിഴങ്ങ് ബജിയും 2 കായ് ബജിയും ഒരു വടയും കഴിച്ചു. പിന്നെ ഒരു ബൂസ്റ്റിങ് കുടിച്ചു. അപ്പോൾ രണ്ടാമത്തെ ചായ കുടിക്കണ്ട. അപ്പോൾ ഏകദേശം 44 രൂപ ചിലവ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമർ മേടിച്ച് തരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹത്തിനൊത്ത് കഴിക്കാൻ നമ്മുടെ മനസ്സനുവദിക്കില്ല. അതുകൊണ്ടാണ് കസ്റ്റമർ ഇറക്കിയതിന് ശേഷം ഞാൻ വന്ന് രണ്ടാമത് കഴിച്ചത്. മീൻസ് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 6:55 വന്നാണ്. കുറച്ച് നേരം കോളിങ്ങിലായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ബജിക്കടയിലേക്ക് പോയത്. ഇപ്പോൾ സമയം ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ 7:15 സമയം. അപ്പോൾ നമുക്കിനി പതിയെ മൂവ് ചെയ്യാം. കാരണം വീട്ടിലേക്ക് എത്താനുള്ള ഇതാണെങ്കിൽ വീട്ടിലേക്ക് എത്താൻ പോലും ഇവിടുന്ന് 2.25 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം 9 മണി 9:30 ആവും വീടെത്തുമ്പോൾ. അപ്പോൾ നമുക്ക് ഇപ്പോഴേ മൂവ് ചെയ്തൊക്കെ പോകുന്ന വഴിക്ക് ട്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര ആരംഭിക്കാം. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പാലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ട്രിപ്പ് പോലും അടിച്ചില്ല. പാലയിൽ നമ്മളൊരു 7:15 ആ ടൈമായപ്പോഴും ഇറങ്ങിയത്. പിന്നെ നമ്മൾ പോയ റൂട്ടെന്ന് പറയുന്നത് രാമപുരം, പിന്നെ അവിടുന്ന് കൂത്താട്ടുകുളം ടച്ച് ചെയ്യാതെ അറക്കുളം എന്ന് പറഞ്ഞൊരു അതായത് കൂത്താട്ടുകുളം ടൗൺ ടച്ച് ചെയ്യാതെ അറക്കുളം എന്ന് പറഞ്ഞ ഇത് സ്ഥലം വഴിയാണ് പോയത്. ഡയറക്റ്റ് മൂവാറ്റുപുഴയിൽ എത്തുന്ന രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ മാപ്പ് ഉപയോഗിച്ചാൽ പോയത്. അതുകൊണ്ട് ഏതൊക്കെ സ്ഥലമൊന്നും ഒരു പിടിയില്ല. പിന്നെ ഇടക്ക് വലിയൊരു വളവിൽ എൻ്റെ പൊന്നോ ബ്രേക്ക് കിട്ടിയത് എന്തോ ഭാഗ്യം. ഫസ്റ്റ് ടൈം പോണതുകൊണ്ട് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായി നമുക്ക്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം മൂവാറ്റുപുഴ പാലയിൽ നിന്ന് കയറിയിട്ട് ഏതൊക്കെ വഴി കയറി ഏറ്റവും അവസാനം മൂവാറ്റുപുഴയിൽ വന്ന് കയറിയെന്ന് മാത്രം അറിയാം. അതിൽ അറക്കുളം എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് ഓൾറെഡി പോയി പരിചയമുണ്ട്. ആ റോഡ് വഴിയാണ് വന്നത്. അപ്പോൾ അങ്ങനെ ആ റോഡ് വഴി കയറി മൂവാറ്റുപുഴയിലെത്തി. അപ്പോൾ മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ തന്നെ ഞാൻ മറ്റേ ഹോം ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ടായി, ആലുവ എന്ന് പറഞ്ഞോട്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയർപോർട്ട് അടിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ പെരുമ്പാവൂർ സൈഡിലേക്ക് പോയി. അപ്പോൾ മറ്റൂര അങ്ങാണ്ടും പറഞ്ഞൊരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും പോഞ്ഞാശ്ശേരിയിലേക്ക് ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പെരുമ്പാവൂർ വഴി പോകാം. പിന്നെ ഞാൻ വിചാരിച്ചു പെരുമ്പാവൂർ വഴി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഓട്ടം കിട്ടിയില്ലെങ്കിൽ വെറുതെ 4-5 കിലോമീറ്റർ വെറുതെ പോകും. അപ്പോൾ അതിനേക്കാൾ നല്ല മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നേരെ ലെഫ്റ്റ് കയറി പോഞ്ഞാശ്ശേരി ചെന്ന് കട്ട് ചെയ്ത് നേരെ നമ്മൾ AM റോഡ് വഴി നേരെ ആലുവയിലേക്ക് വന്ന്. പിന്നെ ഇപ്പോൾ ഡീസൽ അടിച്ചിട്ടുണ്ട്. ഡീസൽ 500 രൂപ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഭാഗത്തോളം ഫുള്ളാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഏകദേശം 800 രൂപയാണ് നമുക്ക് ഫ്യൂവലിന് വേണ്ടി ചിലവായിട്ടുള്ളത്. മൊത്തം ഓടിയ കിലോമീറ്റർ ആണെങ്കിൽ കിലോമീറ്റർ ഇപ്പോൾ കഞ്ചാറാവേ ഇന്ന് നല്ല പോലെ ഓടിയിട്ടുണ്ട്. 199 കിലോമീറ്ററാണ് ഇന്ന് ഓടിയത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ കൂട്ടാം നമുക്ക്. 199.5. അപ്പോൾ 200 കിലോമീറ്റർ തന്നെ കൂട്ടാം. പകുതി കിലോമീറ്റർ മറയാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ
നമുക്ക് മൊത്തം കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് 2254. ശരിക്കും പറഞ്ഞാൽ ഈ കിലോമീറ്റർ ഈ കളക്ഷനും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നഷ്ടമാണ്. അതിപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് കൂട്ടി നോക്കാം. 2254 ഭാഗം 200 കൂട്ടാം. 11 രൂപ വെച്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 1 കിലോമീറ്ററിൽ 11 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നഷ്ടത്തിലാണ് ഇന്ന് ഓടിയേക്കുന്നത്. കിലോമീറ്റർ ബേസ് വെച്ച് നോക്കുമ്പോൾ നഷ്ടമാണ് നമുക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം നമുക്കൊരു 12 കിട്ടണം കിലോമീറ്ററിന്. എന്നാൽ മാത്രമേ നമുക്ക് മറ്റ് മെയിൻ്റനൻസും മറ്റ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ബേസിൽ നമുക്ക് കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കുറച്ചെങ്കിലും റൗണ്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കിലോമീറ്റർ ബേസിൽ നോക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ്. പക്ഷേ ഒരു കളക്ഷൻ്റെ, അതായത് ഫ്യൂവൽ, ഒരു മിനിറ്റ്, അടിച്ചതിൽ അതായത് ഫ്യൂവൽ അടിച്ച കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഫ്യൂവലും കഴിഞ്ഞ് കമ്മീഷനും കഴിഞ്ഞ് കിട്ടിയേക്കുന്നത് 800 രൂപയുടെ ഫ്യൂവലാണ്. അപ്പോൾ ഏകദേശം 1400, 1422. അപ്പോൾ 1400 രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ 1400 രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്യൂവലിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 800 രൂപയുടെ ഫ്യൂവലാണ് ഇന്ന് ട്രിപ്പിനായിട്ട് കത്തിയിട്ടുള്ളത്. അതിൽ 800 രൂപയുടെ ഫ്യൂവലിൽ ഫുള്ളായിട്ടും കത്തിയെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ കുറച്ച് ഫ്യൂവൽ നമുക്ക് ബാക്കിയുണ്ടായി. ഇവിടെ വീട് വരെ എത്താനുള്ള ബാക്കിയുണ്ടായി. പിന്നെ നാളത്തേക്ക് വെറുതെ അതിനുവേണ്ടി ഫ്യൂവൽ അടിക്കാനായിട്ട് പിന്നെ മെനക്കെടണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇപ്പോഴേ അടിച്ചിട്ടത്. അപ്പോൾ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം കിലോമീറ്റർ ബേസിലാണ് നോക്കണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടം വന്നിട്ടുണ്ട്. അതായത് 11 രൂപ വെച്ചാണ് നഷ്ടം വന്നേക്കുന്നത്. അങ്ങനെ നോക്കിയാൽ പോലും നമുക്ക് ഇന്ന് 200 രൂപയോളം നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അതായത് 200 രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനത്തേക്കായിരിക്കാം, മെയിൻ്റനൻസിലേക്കായിരിക്കാം പോകുന്നത്. മെയിനായിട്ട് മെയിൻ്റനൻസിലേക്കാണ് പോകാൻ സാധ്യതയുള്ള മെയിൻ്റനൻസിലേക്കാണ് 200 രൂപ നഷ്ടം വന്നേക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെ ഇതിൽ നമുക്കിന്ന് നഷ്ടം വന്നിട്ടുണ്ട്. വണ്ടിയുടെ അതെ 1 രൂപ വെച്ചാണ് ഇത് വന്നേക്കുന്നത്. 1 രൂപ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 പൈസ റേഞ്ചിലേക്കാണ് വന്നേക്കുന്നത്. ഏകദേശം 27, 72 പൈസ ആ റേഞ്ചിലാണ് നമുക്ക് ഇന്ന് നഷ്ടം വന്നേക്കുന്നത്. അപ്പോൾ 72 ആ ഒരു പൈസ കണക്കാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം അത് മെയിൻ്റനൻസിലേക്കോ അല്ലെങ്കിൽ ടയറിൻ്റെ വീൽ എലമെൻറ്റ് അല്ലെങ്കിൽ ടയർ മാറ്റിയിടാനുള്ള എക്സ്പെൻസ്, ആ ഒരു രീതിയിലേക്കാണ് നമുക്ക് അത് വന്നത്. ആ ഒരു നഷ്ടം നമുക്ക് റീവെൻറ്റ് ചെയ്ത് വന്നത്. മിനിമം നമുക്ക് ഒരു 12 രൂപ വെച്ചെങ്കിലും കിട്ടണം. പിന്നെ നമ്മൾ ഇന്ന് ആ ട്രിപ്പ് എടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇറങ്ങിയത് ഉച്ച കഴിഞ്ഞിട്ടാണ്, 1 മണിക്കാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് അതുമാത്രമല്ല, ആദ്യത്തെ ട്രിപ്പ് കിട്ടിയിട്ട് റിട്ടേൺ വന്നത് ഇങ്ങോട്ടേക്ക് തന്നെയാണ്. അതിന് ശേഷമാണ് നമുക്ക് ഈ പാലയിലേക്കുള്ള ഓട്ടം കിട്ടിയത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഡീസൽ ബേസിൽ ഡീസൽ ഏകദേശം ഒരു കയ്യിലുള്ള, എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഈ കയ്യിലുള്ള ഡീസലില്ലാതെ 500 രൂപയൊക്കെ ഡീസൽ ചിലവാകുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 1000-ന് മുകളിലേക്ക് ലാഭം കിട്ടുമെന്ന് ഓൾറെഡി അറിയാം. നമുക്ക് കിട്ടിയേക്കണ എയർലൈൻസ് വെച്ച് നമുക്ക് കിട്ടിയേക്കണ വരുമാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 1400 രൂപയോളം നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കിലോമീറ്റർ ബേസിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 12 രൂപ താഴെയാണ് കിട്ടിയേക്കുന്നത്. 12 രൂപ താഴെയായാലും എന്നാൽ 11 രൂപക്ക് മേളിലായാലും, അതായത് പൈസ കണക്കിലാണ് പറ്റത്തുള്ളൂ. അപ്പോൾ ആ നഷ്ടം വന്നേക്കണ കാശെന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് മെയിൻ്റനൻസിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിയിൽ ഏതെങ്കിലും ഒരു, അതായത് മൂവിങ് എക്സ്പെൻസിലാണ് നമുക്ക് നഷ്ടം വന്നേക്കുന്നത്, ഫിക്സഡ് എക്സ്പെൻസിലല്ല. അപ്പോൾ നമുക്ക് ഇനി എന്തുകൊണ്ടാണ് മിനിമം ഏകദേശം 12 രൂപയെങ്കിലും നമുക്ക് കിട്ടണം. അപ്പോൾ ശരിക്കും അത് ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ തന്ന ടിപ്പ് ഒരിക്കലും നമുക്ക് ഇതിനകത്തേക്ക് കൂട്ടാൻ പറ്റില്ല. അതായത് ഈ വണ്ടി ഓടിച്ച് കിട്ടണ വരുമാനത്തിൽ കൂട്ടാൻ പറ്റില്ല. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നേക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ നഷ്ടം നികത്താനായിട്ട് അതിനകത്തേക്ക് അടിക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല.
മീൻസ് ഇത് റോൾ ചെയ്യാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പ്രയോജനമൊന്നുമില്ല. കസ്റ്റമർ തന്ന ടിപ്പെന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഒരിക്കലും നമ്മൾ കസ്റ്റമർ തന്ന ടിപ്പ് ഈ വരുമാനമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് അപ്പോൾ എന്താണ് പാലയിലേക്ക് പോയ ട്രിപ്പ് ഏകദേശം എനിക്കൊന്ന് 80 കിലോമീറ്ററോളം ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയപ്പോൾ 86 കിലോമീറ്ററോളം ഉണ്ടായിട്ടോ. 86 68 66 എന്ന് അറിയത്തില്ല. അത്രയും കിലോമീറ്റർ 86 കിലോമീറ്ററോളം 80 കിലോമീറ്ററിന് മേളിലുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ പോയത് ഇതുവഴിയായിരുന്നു, പിറവം, മൂന്നിപ്പള്ളി ആ റേഞ്ചിലാണ് പോയത് നമ്മൾ. പക്ഷേ റിട്ടേൺ വന്നത് വേറെ വഴിക്കാണ്. മറ്റേ പാലയിന്ന് രാമപുരം, പിന്നെ കൂത്താട്ടുകുളം ടച്ച് ചെയ്ത അറക്കുളം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ പോയില്ല, മണ്ണൂർ വഴി പോഞ്ഞാശ്ശേരി, ആലുവ, അങ്ങനെ റിട്ടേൺ വന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം റിട്ടേൺ വന്നപ്പോഴത്തേക്ക് ഒരു 60 ഈ പറഞ്ഞ കിലോമീറ്ററിന് ഏകദേശം 80 കിലോമീറ്ററോളം നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട് റിട്ടേൺ വന്നപ്പോൾ. മീൻസ് 80 കിലോമീറ്ററോളം നമ്മൾ കാലി ഓടിച്ചാണ് വന്നത്. അതേസമയം ഈ 80 കിലോമീറ്റർ നമുക്ക് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ ഏകദേശം നല്ലൊരു ശതമാനം നമുക്ക് ലാഭം കിട്ടിയാനെ. ബട്ട് എനിക്കറിയായിരുന്നു പാല ഭാഗത്ത് കോട്ടയം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എടുത്തത്. പക്ഷേ പാല സൈഡാണെന്ന് നമുക്കറിയില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. പാലയിൽ ഒരിക്കലും ട്രിപ്പ് കിട്ടാൻ സാധ്യതയില്ല. അവിടെ ട്രിപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് കിട്ടാൻ സാധ്യതയുള്ളത് കോട്ടയം ചങ്ങനാശ്ശേരി, തിരുവല്ല, ഈ എം സി റോഡ് ടച്ച് ചെയ്യണ എല്ലാ ടൗണുകളിൽ നിന്നും നമുക്ക് ട്രിപ്പ് കിട്ടും. പക്ഷേ ഉള്ളിലേക്ക് കയറി ട്രിപ്പ് കിട്ടുന്നത് വളരെ കുറവാണ്. പിന്നെ ചാൻസ് ഉള്ളത് നമുക്ക് കൊച്ചിയിൽ വന്നേക്കണ ആരെങ്കിലും റിട്ടേൺ പോകാനുണ്ടെങ്കിൽ മാത്രമേ അവർ നോക്കത്തുള്ളൂ. നോക്കിയാൽ തന്നെ ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് ഏതെങ്കിലും അവർക്ക് ഉണ്ടെങ്കിൽ അവർ ആ വഴിയേ നോക്കത്തുള്ളൂ. ഒരിക്കലും ബൾക്ക് എമൗണ്ട് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ കയ്യിൽ ലഗേജുള്ള ആരെങ്കിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ യൂബർ സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇന്നത്തെ ദിവസം പറയാനില്ല. ആകെപ്പാടെ നമുക്ക് കിട്ടിയത് ഒരു ലോങ് ട്രിപ്പും 2 ലോക്കൽ ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ അതിൽ ഏകദേശം കിട്ടിയേക്കണ എമൗണ്ട് ഇത്രയാണ്, 1250 എത്രയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ 1254 രൂപയാണ് ആകെ കിട്ടിയ എമൗണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക, മീൻസ് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്ന് നിങ്ങളുടെ സ്വന്തം NC Caps.